ഹലോ നമസ്കാരം. ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസുമായി നടന്ന ത്രില്ലിംഗ് മാച്ചിൽ രാജസ്ഥാൻ റോയൽസ് 20 റൺസിന്റെ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ആ ഒരു മത്സരശേഷം സഞ്ജു സാംസൺ ക്യാപ്റ്റൻ നായകൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും 222 റൺസിന്റെ വൻ വിജയലക്ഷ്യമാണ് രാജസ്ഥാൻ റോയൽസിന് DC നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 8 വിക്കറ്റിന് 201 റൺസ് എടുക്കാൻ മാത്രമേ നിശ്ചിത ഓവറിൽ 6 കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും 86 റൺസോടുകൂടി സഞ്ജു സാംസൺ ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി സഞ്ജുവിന്റെ ആ ഒരു വിവാദ പുറത്താവല് 6 കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും സെഞ്ചുറിയിലേക്ക് കുതിക്കവേ തേർഡ് അമ്പയർ എടുത്ത ഒരു തീരുമാനമാണ് സഞ്ജുവിന്റെ പുറത്താവലിലേക്ക് നയിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, മുകേഷ് കുമാറിന്റെ ബോളിംഗിൽ സഞ്ജുവിനെ ഷായ് ഹോപ്പ് ക്യാച്ച് ചെയ്തെങ്കിൽ കൂടി കാൽ ബൗണ്ടറി ലൈനിൽ തട്ടിയത് റീപ്ലേയിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഷായ് ഹോപ്പിന്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയും. പക്ഷേ തേർഡ് അമ്പയർ എന്താണ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഒന്ന് സൂം ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ വീണ്ടും പുനഃപരിശോധന നടത്താൻ ഒന്നും തന്നെ തയ്യാറാവാതെ നോട്ട് ടച്ചിങ് എന്നുള്ള വളരെ പെട്ടെന്നുള്ള ഡിസിഷൻ വരികയായിരുന്നു. ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്രയും വലിയ സംശയം നിലനിൽക്കുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഏതായാലും ഈ ഒരു തീരുമാനത്തിനെതിരെ ഓൺ ഫീൽഡ് അമ്പയറുമായി വാദിച്ച ശേഷമാണ് സഞ്ജു ക്രീസിൽ വിടുന്നത്. പക്ഷേ പോസ്റ്റ് മാച്ച് ഷോയിൽ സംസാരിക്കവേ ഈ ഒരു ക്യാച്ച് വിവാദത്തെക്കുറിച്ചൊന്നും സഞ്ജു കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കളിയൊരു ഘട്ടം വരെ രാജസ്ഥാൻ റോയൽസിന്റെ വരുതിയിലായിരുന്നുവെന്നും ടോട്ടൽ ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നുവെന്നും സഞ്ജു പറയുന്നുണ്ട്. മത്സരം ഞങ്ങളുടെ പക്കലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഓവറിൽ ജയിക്കാൻ 11-12 റൺസ് മാത്രമേ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നുള്ളൂ. ഇത് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരുന്നുവെന്നും IPL ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുക സ്വാഭാവികമാണെന്ന് കൂടി സഞ്ജു പറയുന്നുണ്ട്. ഞങ്ങൾ 2 കാര്യങ്ങൾ നന്നായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. സാഹചര്യം എന്താണോ ആവശ്യപ്പെടുന്നത് അതിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതും. 220 റൺസ് എന്നുള്ളത് ചേസിംഗിൽ 10 റൺസ് അധികമായിരുന്നു. അതുപോലെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓപ്പണർ ജെയ്ക് ഫ്രേസർ മഗ്യൂർക്കിന്റെ ക്രീസിലെത്തിയ ശേഷമുള്ള പതിവ് പോലത്തെയുള്ള വെടിക്കെട്ട് ഈ ഒരു കളിയിലും തുടരുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. എന്നിട്ടും മത്സരത്തിലേക്ക് തങ്ങൾക്ക് നന്നായി തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ടെന്ന് കൂടി സഞ്ജു സാംസൺ വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ DCക്ക് വേണ്ടി അവസാന ഓവറുകളിൽ അതിവേഗം സ്കോർ ചെയ്ത ട്രിസ്റ്റൻ സ്റ്റെപ്സിന്റെ ബാറ്റിങ്ങിനെ കുറിച്ചും സഞ്ജു സാംസൺ പറയാൻ മറന്നിട്ടില്ല. ഞങ്ങൾ 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഇവയെല്ലാം വളരെ ക്ലോസ് ആയിരുന്നു. ഞങ്ങൾ ഉജ്ജ്വലമായിട്ട് തന്നെയാണ് ഈ ഒരു സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്സിനെ കുറിച്ച് സഞ്ജു പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? സന്ദീപ് ശർമ്മയ്ക്കെതിരെ വളരെ നന്നായി ബാറ്റ് ചെയ്ത സ്റ്റെപ്സിനെ പോലെയുള്ള ഒരാൾക്ക് നിങ്ങൾ ക്രെഡിറ്റ് നൽകിയേ തീരൂ എന്നാണ് സഞ്ജു പറയുന്നത്. എൻ്റെ ഏറ്റവും മികച്ച ബോളർമാരായിട്ടുള്ള UC ചഹൽ അതുപോലെ സന്ദീപ് എന്നിവർക്കെതിരെ 2-3 അധികം സിക്സറുകളൊക്കെ സ്റ്റെപ്സ് പറത്തിയിട്ടുണ്ടെന്ന് കൂടി സഞ്ജു പറയാൻ മറന്നിട്ടില്ല. ഞങ്ങൾ ഈ ഒരു മത്സരം എന്തായാലും പരാജയപ്പെട്ടു. എവിടെയാണ് തോറ്റതെന്ന് ഞങ്ങൾക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് മുന്നോട്ട് പോവുകയും വേണമെന്ന് കൂടി സഞ്ജു സാംസൺ തുറന്ന് പറയുന്നുണ്ട്. ഏതായാലും സഞ്ജു ആ ഒരു വിവാദ പുറത്താവലിനെ കുറിച്ച് ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ എന്താണ് ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോട് കൂടി ഗുഡ് ബൈ.